ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മളെ കൊമ്പൻ ബോയ്സിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഗായ്സ്, നമ്മുടെ വണ്ണസ് കൊണ്ട് ഗായ്സ് ചെറിയ ഒരു കുഞ്ഞൊരു ഓട്ടം പോവാണ് ഗായ്സ്. എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഗായ്സ്, നമ്മൾ മൈസൂരിൽ നിന്ന് നേരെ ബാംഗ്ലൂർ പോവാണ് ഗായ്സ്. നമ്മളെ കോക്ടെയിൽ ആക്കനാണ്, അകത്തെല്ലാം നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗായ്സ്, ഞാൻ നിങ്ങളെ കാണിക്കാൻ വെച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് ഗായ്സ് നമ്മൾ വോക്കൽ കിട്ടിയിട്ടുണ്ട് ഗായ്സ്. വോക്കൽ ശരിയെന്ന് എല്ലാവരും കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇച്ചിരി സൂം ആക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഗൈസ്. ഇല്ല, സൂം ആക്കാൻ പറ്റത്തില്ല. നല്ല രീതിയിൽ വർക്കെടുത്തൊരു വണ്ടിയാണ് ഗൈസ്. കൊക്കയിലാണ് ഇറങ്ങാൻ. ഇത് ഗൈസാണ് നമ്മുടെ ഡ്രൈവർ ക്യാബിൻ. അകത്തെല്ലാം ഗൈസ് നമ്മളെ സ്പീക്കർ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി നമ്മൾ 6 രൂപയാണ് ചോദിക്കുവാണെങ്കിൽ ഗൈസ്, നമ്മുടെ ബസ് ലാൻഡിങ്ങിൻ്റെ വണ്ടിയാണ്. അപ്പോൾ അതിലൊക്കെ ഇടിഞ്ഞൊരു ഇൻറ്റീരിയറൊക്കെ വെച്ചൊരു വണ്ടിയാണ് ഇത്. കണ്ടോ ഗൈസ്, അതെ ഈ ബാക്ക് മേടിച്ചില്ലെന്ന് പറഞ്ഞ പരാതി വേണ്ട ഗൈസ്. സോറി, ഇതാണ് ഗൈസ് വണ്ടിയുടെ ബാക്ക്. ഞാൻ പറഞ്ഞ് നീട്ടുന്നില്ല. നമുക്ക് ഒരു വണ്ടി എടുത്തോണ്ട് നമ്മൾ ഒരു കൂട്ടുകാരനെ വിളിക്കാനുണ്ട് ഗൈസ്. അവനെ വിളിച്ചുകൊണ്ട് നമുക്ക് നേരെ പോവാം. അയ്യോ, ഹസാക്കിയിട്ടേക്കുവാണ് ഗൈസ്. വണ്ടി എടുക്കും സൈഡൊക്കെ നോക്കാം. ഇരിക്കുകയാണ് വഴിയാണ്. ചെറിയ ഇടി കിട്ടിയിട്ടുണ്ട്, വേറെ ഒന്നും പറ്റിയിട്ടില്ല. വിളിക്കണമെങ്കിൽ അവന് ഇച്ചിരി കുറച്ചൊക്കെ പോകണമല്ലോ. അവനെ ഉണ്ടാക്കി കിടന്നാണ് പറഞ്ഞത്. കുറേ സ്ഥലമുണ്ട്, എവിടാണെന്ന് പറയത്തില്ല. ഏതൊരു പെട്രോൾ പമ്പ് നിൽക്കുകയാണെന്ന് പറഞ്ഞു. ഏത് പെട്രോൾ പമ്പ് വന്നു പറഞ്ഞില്ല. അവൻ ചതിച്ച് ഇപ്പം ചെത്തത്. അപ്പം ഞാൻ ആ കമ്പിയെ കയറി എഴുതാൻ ഇയാളൊന്നും പോത്തില്ലൊന്നും എപ്പോഴാണ് എൻ്റെ പൊന്നി കേട്ടോ ഒന്ന് പോകണം. ഞാൻ പോകുന്നില്ല, ഭയങ്കര കഷ്ടമാണ്. അയ്യോ ഗൈസ്, ഞാനായിട്ട് കൊണ്ട് ഇപ്പോൾ വണ്ടി ഇവിടെ കൊണ്ട് കയറ്റിയിട്ടേ ഇവിടെ ഗൈസ് വെളുപ്പനായെന്ന് തോന്നുന്നു. അതാ ഇത്ര പാട്ടൊക്കെ ഓളങ്ങാണ്ട് അമ്പലം ഉണ്ടെന്ന് തോന്നുന്നു. അയ്യോ എടോ, ഇയാൾ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞാൽ അവൻ കേൾക്കത്തില്ല ഗൈസ്. നേരെ മാനടന്നില്ല ഗൈസ്. ഓവർടേക്ക് ഇത് പറ്റിയ സമയമാണ്. ഒരു സൈഡിൽ നിന്ന് ഒരു വെളിവില്ലാത്തവൻ വരുന്നുണ്ടേ. നമ്മളിപ്പോൾ മൈസൂർ കറക്റ്റ് എത്തിയിരിക്കുകയാണ് ഗൈസ്. ചേട്ടാ മാറി നിൽക്കടോ ഇങ്ങേരി. ഞാനാണ് ഗൈസ് മത്സരം കാണിച്ചത്, ഇൻഡിക്കേറ്ററൊന്നും ഇട്ടില്ല. നല്ലൊരു വണ്ടിയാണ് ഗൈസ്, നല്ല പവർ സ്റ്റിയറിംഗ് ആണ് ഈ വണ്ടിയുടെ. ഈ സ്വിഫ്റ്റുകാർ ചുമ്മാണെന്നാണ് ആളിങ്ങനെ. ബാംഗ്ലൂർ അങ്ങോട്ടാണ് ഗൈസ്, നമുക്ക് ഇങ്ങോട്ടാണ് കണ്ടത്. അയ്യോ, നല്ലൊരു റൂട്ടാണ് ഗൈസ്, നല്ല തണുപ്പുണ്ട് ഗൈസ്. ഞാൻ എന്നാ ഗൈസ് ഈ ഗ്ലാസും തുറന്നിട്ടേക്കാണ്. അയ്യോ, കൂടാതെ വണ്ടിക്കകത്ത് എ സിയും ഇട്ടിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട് ഗൈസ്, നമുക്ക് വണ്ടിക്കകത്ത് ക്യാബിൻ എ സി വെച്ചാൽ ക്യാബിനകത്ത് എ സി വെക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ എ സി വെക്കും. അല്ല, ഇപ്പോൾ ഇവിടെ ഏതോ ഒരു സ്ഥലം കഴിഞ്ഞു പോയി. അവനെ വിളിക്കുന്ന സ്ഥലം കഴിഞ്ഞു ഗൈസ്. ശരി, അവിടെ ഇനിയും ഗൈസ് അവിടുന്ന് ഓട്ടം കിട്ടണയാണ്. ഇവൻ വേറെ എവിടെയും കയറി നിന്നപ്പോഴേ തട്ടുകളൊക്കെ കയറി വെക്കുന്നു. അവൻ അവിടെ വളരെ കഴിച്ചോണ്ടിരിക്കുന്നു ഗൈസ്. അവിടെ കള്ളപ്പിരിപ്പ് വിട്ട് അവൻ 2 ചവിട്ടി അതിനപ്പാക്കണം. പെട്ടെന്ന് പോട്ടെ, ഇല്ലെങ്കിൽ അവൻ ആ കടയോടെ പിടിച്ചില്ല ഗൈസ്. റോങ് സൈഡ് ഉണ്ട് ഗൈസ്. ഞാൻ തിരിക്കാൻ ജസ്റ്റ് മിസ് ഗൈസ്. ഞാൻ അവിടെ കിടന്നേ. അയ്യോ
പെട്ടെന്ന് നോക്കാം വണ്ടി കടിച്ചു വിടാം. പെട്ടെന്ന് ഓടാം. ഞാൻ നിങ്ങൾക്ക് ഡോർ ഒന്ന് തുറന്നിട്ടുണ്ട്. ഇച്ചിരുടെ ആ വെളിയിലത്തെ താപ്പൊക്കെ കാത്തോട്ട് വരട്ടിക്കട്ടെ. അതേ ഞാൻ ഹോട്ടലെത്തി. ഇന്ന് അവനെ പിടിച്ചിട്ടുണ്ടോ എവിടെ അവൻ അതുകൊണ്ടിരിക്കുന്നു. അയ്യോ ഞാൻ നിൽക്കണ അവിടെ ഇന്ന് അയ്യോ ഞാൻ ഓടുവാണ്. അയ്യോ അവിടെ പോകാനും പറ്റത്തില്ല. അത് അവൻ വണ്ടിക്കകത്ത് ഓടിച്ചാടി കയറിയിട്ടുണ്ട്. ഡാ എവിടെ അണ്ണാ ഞാനൊന്നും ചെയ്തില്ല. ഞാൻ എൻ്റെ വട മേടിച്ച് കഴിച്ചതേ ഉള്ളൂ. ബില്ലടിച്ചേക്കണേ പോയടിക്കണം നീ. അണ്ണാ എൻ്റെ പൈസ ഇല്ല. പാട്ടി ഇനി ഞാൻ തന്നെ ബില്ലടിക്കണം. അതിൻ്റെ ഇല്ല അണ്ണാ തരുവയാ മോനെ 4 ദോശ 2 ചിക്കന് കറി എല്ലാം കൂടെ ചേർത്ത് 4200. 4200 രൂപയ്ക്ക് എന്തോ ഫുഡ് മോനെ. ഒരു 2 ഷവർമ്മ 2 അൽഫാം പിന്നെ അത് കൂടാതെ 2 ഷവർമ്മ റോമാലി ഷവർമ്മയും പിന്നെ 2 പെരി അൽഫാം തന്നെ 1000 രൂപ. ഇവൻ്റെ വയറിനകത്ത് ഇതൊക്കെ കയറുപൊടി. ബസ്സും ആ ചേട്ടാ തരാം. ഇന്നാ വിളിച്ചോ ചേട്ടാ. ഗൂഗിൾ പേ ഉണ്ടോ? ആ പിന്നെ ഉണ്ട്. ആ ചേട്ടാ ഇങ്ങനെന്നാ 2000 രൂപ കറക്റ്റ്. നന്ദിയുണ്ടോ? ഓക്കെ ചേട്ടാ ഇട്ടിട്ടുണ്ടേ. ആണോ മോണി? എടാ നിനക്ക് എന്തിനാണോ ഇത്രയും ഫുഡൊക്കെ? അന്നത് ഞാൻ അറിയാതെ മേടിച്ച് തിന്നും പോയി. അയ്യോ എന്തുവാണ്ടായി കാണിക്കുന്നത്? ഞാൻ ഇവിടെ വേണ്ട ഓട്ടോക്കാരൻ ഇടക്കൂടെ കെട്ടിക്കൊണ്ടു വന്നോ. ആ പൊടി 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 പൊടി. ആ മതി മതി. എന്നാ എല്ലാവരും അടിച്ച് മുറിച്ച് അപ്പുറത്തിടുമോ? ഞാൻ നിന്നെ പോലൊന്നുമല്ല കേട്ടോ. മാർച്ചുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് ഓട്ടോക്കാരൻ ഇങ്ങനെ തോന്നിക്കോ. ഡോർ അടച്ചിട്ടേക്കാം, ഇല്ലെങ്കിൽ നീ ചാടിപ്പോ. അതിനാണോ ഡോർ അടച്ച്? ഓ നിന്നെ പോലത്തെ ആരെയിലൊക്കെ ഇല്ലാതെ കയറി വരും ഏട്ടാ അവന്മാരെ. ഇപ്പൊ അവിടെ കിടന്നേനെ എന്തുകൊണ്ട് അങ്ങനെ കാണിക്കുന്നേ? ഞാൻ ട്രിപ്പൊക്കെ അടിച്ചെടുക്കാം. അയ്യോ മാറ്റടാ ആള് തന്നെ. ഞാൻ എനിക്ക് മേടിച്ച ചിപ്സ് അത് കുടിച്ചോണ്ടിരിക്കും. അയ്യോ നല്ലൊരു ഹോട്ടലിൽ കെട്ടിയാലോ? അയ്യോ വേണ്ട, തീറ്റിപ്പണ്ടാര അവിടെ അണ്ണ. അതെന്താ ഹോട്ടലിൽ കെട്ടാതെ? ഓ വിശപ്പില്ലടാ. പണ്ടാര വിശന്നിട്ട് പണ്ടാരാണോ? എന്താ വണ്ടി റെസ്റ്റോറൻറ്റിലുണ്ട്. എന്തെന്നാണോ പറഞ്ഞ്? റെസ്റ്റോറൻറ്റ്. ആ കൊള്ളാം റെസ്റ്റോറൻറ്റ്. ഞാൻ പിന്നെ കിട്ടിക്കോളാം കേട്ടോ. ആദ്യം നിന്നെ എവിടെ ചവിട്ടി പുറത്താക്കിയിട്ട് ഞാൻ കിട്ടിക്കോളാം. അതെന്താ നിന്നെ കൊണ്ടൊന്നും നീ കട മൊത്തം തിന്നു. അയ്യോ പോലീസ് കണ്ട പതിയെ പോവാം. എന്നാൽ ഫ്രണ്ടിലത്തെ പിക്സൽ ഓഫ് ആക്കും. എൻ്റെ കാര്യം മറന്നു ഇല്ലെങ്കിൽ ഞാൻ വിളിച്ചത്. എന്താണ് അവിടെ ഞാൻ മിന്നാമിനിങ്ങിൻ്റെ ഒരു ശബ്ദം? അവൻ മിന്ന വെച്ചിരിക്കണ എവി. അതൊന്ന് ഷാരി വേണ്ട. അങ്ങനെ പിടിച്ചപ്പുറത്തന്നെ കളിക്കല്ലേ? മര്യാദക്കാടോ ഇറങ്ങി ഒന്നെങ്കിയിരുന്നു. അതെന്താ ഞാനെങ്ങോട്ടത്? ഇനി ഞാൻ ഓടിക്കട്ടെ വണ്ടി? അയ്യോ വേണ്ടേ. അന്ന് 2 ദിവസം ഓടിച്ചതിൻ്റെ ക്ഷീണം ഇതുവരെയായിട്ടും എനിക്ക് മാറിയിട്ടില്ല. എന്താണ് ഞാനൊന്ന് ഓടിച്ചോട്ടെ? എന്നാൽ ശരി നീ അങ്ങോട്ട് ഓടിക്ക്. ഇപ്പം കാണാൻ ഗൈസ് അതാട്ട് ഓടിക്കാം. അയ്യോ ഞാൻ പോയി ഏറ്റവും ബാക്കിയിരുന്നു, ഇല്ലെങ്കിൽ എനിക്ക് വിളിച്ചാൽ. അങ്ങനെ ഞാനിപ്പോൾ വണ്ടി ഓടിക്കാൻ പോവാണ്. അണ്ണാ അവരെ കാര്യം ചോട്ടെ. എന്താടാ എൻ്റെ ആക്സിലേറ്റർ ഏതാ ബ്രേക്കാണ്? ആ ഇതാണ് നിനക്ക് ഞാൻ വണ്ടി തരാത്തത്. എന്നതാ കിട്ടിയെന്നാ നിനക്ക് കാല് തോന്നി. ആ നിന്നെ കാണിച്ചു തരാം. ഓ അത് പതിയെ പോണം.
അനിയ പോണോ നീ ശരിയില്ലണ്ട കള്ളപ്പന്നി എന്തുവാടാ നീ കൊണ്ട് കാണിച്ചത് എൻ്റെ വണ്ടി അയ്യോ മര്യാദക്കിരുന്ന വണ്ടി നീ നിന്നെ ഞാൻ ചവിട്ടി പുറത്താക്കും നിന്റെ വീട്ടിൽ ചെല്ലട്ടെ കേട്ടാ ഇറങ്ങണ എടാ ഒന്ന് ഇറങ്ങിക്കടാ എന്ന് നീ പൈസ ഒന്ന് അടിച്ച് പുറത്താക്കാം എന്നാ അണ്ണാ എന്നാ കടയിൽ പോയി വെള്ളം മേടിച്ചോണ്ട് വാ അണ്ണാ എന്നാ പൈസയോ അത് നീ അവിടെ തൂത്ത് കഴിക്കിട്ട് നാളെ വന്നാൽ ഞാൻ നാളെ പോവാം അണ്ണാ പൈസ വണ്ടിയുടെ ഏണി കയറിയിരിക്കുന്നത് ഇങ്ങോട്ട് വന്ന് കയറി എണ്ണ വിട്ടുപോയി എൻ്റെ വിചാരം KSRTC പോകുന്ന അയ്യോ ഇനി അടുത്തുള്ളൂ എന്താ കാണുന്നിടത്ത് മൊത്തം കൊണ്ട് ഇതൊന്നുണ്ട് ചെയ്യുന്നത് പാനിപ്പൂരി അവൻ കാണണ്ട ബാക്കിലോട്ട് വരുന്നേനെ ആണ്ടാ ഓക്കെ ഞാൻ ബാക്കിലോട്ട് പോവാം അണ്ണാ പാനിപ്പൂരി അത് കൊള്ളത്തില്ല അവിടെ ആളില്ല അന്നീ അങ്ങനെ നാളെ പേടിച്ചിട്ട് ഞാനത് കുളിക്കണം അങ്ങനെയൊക്കെ ഞാൻ വരുമ്പോൾ മാത്രം പാനിപ്പൂരി കാണാൻ നോക്കണ്ട അണ്ണാ എന്താണ് വേണ്ടി സൗണ്ട് കേട്ട് എണീക്കുന്നത് അത് അവര് പൂച്ച അളിച്ചാണ് എന്തൊരു വണ്ടി ഇടിച്ച് ഞാൻ ചെറുതായിട്ടത് കൊണ്ട് തട്ടി എനിക്ക് മനസ്സിലായി അണ്ണൻ അവിടെ ഇന്നുകൊണ്ട് മുറുക്ക് നിൽക്കുവാണെന്ന് എനിക്ക് മനസ്സിലായി ആര് നിന്നു മുറുക്ക് ഞാനൊന്നുമില്ല പോളാ വിരിപ്പേ പിന്നെന്താ മുറുക്കിൻ്റെ സൗണ്ട് അത് വണ്ടിക്കകത്ത് ഇന്നലെ നീ ഇപ്പം മുറുക്കിൻ്റെ അയ്യോ പോലീസിനെ കയറിയിടിച്ചു നീ മുറുക്കിൻ്റെ മേളിലായിരിക്കും കയറി ഇരിക്കുന്നത് ഞാൻ ആ കടയിൽ നിന്ന് പിടിച്ചുകൊണ്ടത് മുറുക്കിൻ്റെ പാക്കറ്റിൻ്റെ മേളിലാണ് ഞാൻ കയറിയിരുന്നത് ഞാൻ എന്നിട്ട് കാര്യം മറന്നുപോയി അണ്ണ ഒരു മുറുക്കൂടെ മേടിച്ചു തരാമോ പൈസ വേണം നീ കൊടുത്തോളൂ മുറുക്കിന് നമ്മളെ ഒന്ന് ആർക്കും വേണ്ട അതിന് നിന്നെ ആർക്ക് വേണം അയ്യോ വഴി തെറ്റി കണ്ടോ ഇങ്ങനെയൊക്കെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ വഴിയുന്നില്ല താൻ എന്തിനാണോ വരുന്നേ നീ വളർക്കുട്ടിക്കരിക്കേ ചോദിച്ചു മേടിച്ചു ഞാൻ ചോദിച്ചു മേടിക്കും നീ അതിനൊന്നുമില്ലേ ഞാൻ വണ്ടി ഓടിച്ച് നിൽക്കട്ടെ എന്നിട്ട് വീഡിയോ അതിൻ്റെ പേട്ടെ അയ്യോ അയ്യോ അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ